ജോസ് കെ മാണിക്ക് അന്ന് ഇലക്ഷനിൽ തോറ്റെങ്കിലും അദ്ദേഹത്തിന് രാജ്യസഭാ എം പി സ്ഥാനം കൊടുക്കുന്നു. അതിനുശേഷം ജോഷി അഗസ്റ്റിൻ മന്ത്രിയാകുന്നു. പിന്നെ നമ്മുടെ ആലപ്പുഴയിലെ MLA സജി ചെറിയാൻ മന്ത്രിയാകുന്നു. ആന്റണി രാജു മന്ത്രിയാകുന്നു. അങ്ങനെ LDFനെ ക്രിസ്ത്യൻ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഭാഗത്തുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്തു. ഒരേ ഒരു വിഷയത്തിൽ മാത്രമാണ് ആ സമയത്ത് തെറ്റുപറ്റിയിട്ടുള്ളത്. ഏതാണ്? നമ്മുടെ തിരുവനന്തപുരത്ത് പിന്നെ കത്തോലിക്ക ബിഷപ്പ് പിന്നെ ലത്തീൻ കത്തോലിക്ക സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂവിൽ നമ്മുടെ വിഴിഞ്ഞം മുതലപ്പൊഴി വിഷയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രിസ്ത്യൻ സമൂഹമായ പ്രശ്നം മാത്രമാണ് കുറേ നാളുകളായി ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴാണല്ലോ ഈ പറയുന്ന മുനമ്പം വിഷയം പുറത്തു വന്നത്. ഈ പറഞ്ഞ വന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതുവരെയുള്ള കാലയളവിൽ ഏതെങ്കിലും സംവിധാനത്തിൽ ഈ പറഞ്ഞ LDFും സഭകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന. ഒരു കാരണവശാലും ഇപ്പോൾ LDFിൻ്റെ നിന്ന് ജോസ് കെ മാണി ഇറങ്ങി UDFിന് വരേണ്ട ഒരു കാര്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. എന്ത് കാര്യമാണ് നിലനിൽക്കുന്നത്? അവർക്ക് കിട്ടേണ്ട എല്ലാ സംവിധാനം കിട്ടിയിട്ട് LDF CPMൻ്റെ കയ്യിലിരുന്ന രാജ്യസഭാ സീറ്റ് എടുത്ത് ജോസ് കെ മാണിക്ക് കൊടുത്തില്ലേ? അതിൽ കൂടുതൽ അവരെന്താ ചെയ്യേണ്ടത്? ആകെ 2 സീറ്റേ ഉള്ളൂ. അതിനകത്ത് പിന്നെ എന്താണ് നമ്മുടെ CPIൻ്റെ സീറ്റ് എടുത്ത് ജോസ് കെ മാണിക്ക് കൊടുക്കുന്നതായിരുന്നല്ലോ ചർച്ച. CPM കയ്യിൽ രാജ്യസഭാ സീറ്റ് കയ്യിൽ വെക്കുന്നതായിരുന്നല്ലോ ചർച്ച. എളമരം കരീമിൻ്റെ സീറ്റ് എടുത്ത് ജോസ് കെ മാണിക്ക് കൊടുത്തു. അവർക്ക് എന്തെങ്കിലും ഇനി ചെയ്തു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എന്താ കാര്യം ഉണ്ടാ ഈ പറഞ്ഞ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം 20 UDFിനെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റോ 21 സീറ്റോ മാത്രമേ ലീഗിന് കൊടുക്കാൻ പറ്റുള്ളൂ.